ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ലാസിമോളുടെ ഡെലിവറി ഡേ ആണെന്ന്. അപ്പം ഡോക്ടർമാർ പറഞ്ഞ പോലെ 50 ദിവസം കഴിഞ്ഞിട്ടിപ്പം 55ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ മുതൽ ഇവളുടെ തളർച്ചയും ഭയങ്കര ബുദ്ധിമുട്ടും അസ്വസ്ഥതയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ രാവിലെ മുതൽ ഇവളെ ഫോളോ ചെയ്ത് നടക്കുമായിരുന്നു. അപ്പം നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും സേവ് ചെയ്യണം, സേഫായിട്ട് എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ് പ്രഗ്നൻസിയുടെ വീഡിയോസ്. അപ്പം ഞാനും എൻ്റെ കൊച്ചും കൂടെ ഒരു മാസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. ഒരു മാസം മുമ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചുമ്മാ കിടക്കുമായിരുന്നു. അപ്പോൾ അവളും കിടന്നപ്പോൾ ഞാൻ അവളുടെ കൂടെ പോയി കിടന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പം എൻ്റെ കൊച്ചിനാണ് ഒട്ടും മേലാണ്, തളർന്ന് കിടക്കുക. എൻ്റെ കൊച്ച് പാവമുണ്ട്, അയ്യോ മോങ്ങുണ്ട്, എൻ്റെ ദൈവമേ കഷ്ടമുണ്ട്, കണ്ണൊക്കെ ചുമന്നിരിക്കുക. അവൾക്ക് എഴുന്നേറ്റിരിക്കണം. അവളിങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് ഇതൊരു സുഖം കിട്ടും. ഇതാണ് നമ്മുടെ താരത്തിൻ്റെ ഹസ്ബൻഡ്. ഇവനാണ് പണി ഒപ്പിച്ചത്. ഇവളെ ഞാൻ ലാസ്റ്റുമുള്ള 36 ദിവസമുള്ളപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാണ് ഗൈസ്. അന്ന് അവളെ കുഞ്ഞായിരുന്നു. ഇവൾക്കിപ്പോൾ 1 വയസ്സേ ഉള്ളു. നമ്മുടെ വീട്ടിൽ മെയിൽ പപ്പിയും കൂടെ ഉള്ളത് കൊണ്ട് ക്രോസ് ആയിപ്പോയി, പ്രഗ്നൻ്റ് ആയി. ഡോക്ടർമാർ പറഞ്ഞു ഇവൾക്ക് വലിയ പക്വതയില്ല, കൊച്ചാണ്, അപ്പോൾ പിള്ളേരെ ഒന്നും നോക്കാനുള്ള അത്രയ്ക്ക് മെച്യൂരിറ്റി ആയിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പം ഫൈനലി നമ്മുടെ ലാസിമോള് ഫസ്റ്റ് പപ്പിയെ പ്രസവിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലാസി ബേബിയെ നമ്മൾ വെൽക്കം ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയിരിക്കുന്നത്, നമ്മുടെ എത്ര കുട്ടികളുണ്ടെന്നൊന്നും അറിയില്ല, എത്ര ബേബി വരും എന്നൊന്നും അറിയില്ല. അപ്പം നമ്മുടെ ലാസിമോളുടെ ഫസ്റ്റ് ബേബിയെ നമ്മൾ വെൽക്കം ചെയ്യുവാണ് ഗൈസ്. നമ്മുടെ ബേബി എത്തിയിരിക്കുകയാണ് ഗൈസ്. ചെയ്യുന്നതാണ് അവൾ കടിക്കാൻ വരുന്നത് ഗൈസ്. Light up the night, electric hearts in a city so bright. We're chasing dreams through pixel streams, dancing shadows under glowing beams. Let the rhythm take control, feel the beat, ignite your soul. Colors flash, they paint the air. Hold the moment, nothing compares. Skyscrapers hum a steady tune. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബേബിയും എത്തിയിരിക്കുകയാണ് ഗൈസ്. നാലാമത്തെ പപ്പി വന്നപ്പോഴേ എന്തോ പപ്പി സ്റ്റക്കായിപ്പോയി. കാലാണ് ആദ്യം വന്നത്. അപ്പോൾ നമ്മൾ പേടിച്ചു പോയി. കാര്യം കുഞ്ഞ് വെളിയിൽ വരാതെ കുറച്ച് നേരം അങ്ങനെ തന്നെ ഇരുന്നാൽ കൊച്ച് ചത്തുപോകുമെന്ന് വിചാരിച്ചു. പക്ഷേ അവൾ പുഷ് ചെയ്യുന്നില്ല. പുഷ് ചെയ്യാത്തതുകൊണ്ട്, ഇത് പുറത്തോട്ട് തള്ളാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. വലിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളിത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ വരുന്നില്ല, തല സ്റ്റക്കായിട്ടിരിക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം അവൾ തന്നെ പുഷ് ചെയ്ത് പുറത്തോട്ട് നമ്മൾ വിചാരിച്ചു. പക്ഷെ ആ കുഞ്ഞിന് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. കുഞ്ഞ് ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ അതിനെ എടുത്ത് നമ്മൾ വേണ്ട പോലെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ശ്വാസം കിട്ടുന്നില്ലായിരുന്നു. നമ്മളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഗൈസ്.
അങ്ങനെ നമ്മുടെ 4ാമത്തെ ബേബിയും എത്തിയിരിക്കുകയാണ് ഗൈസ്. 4ാമത്തെ ബേബിയും നമ്മൾ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ പ്രസവം എടുക്കുന്ന എങ്ങനെയൊന്നും വലിയ നോളജ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കണ്ട് പിന്നെ ഹോസ്പിറ്റലിലും എല്ലാം നമ്മളോട് പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ചെയ്തു. എല്ലാ കുട്ടികളും സേഫായിട്ട് എടുക്കണം എന്നുണ്ട്, അങ്ങനെ ഒരു ഇതുണ്ടാവുന്നത്. നമ്മൾ ഫുൾ ടൈം വാച്ച് ചെയ്തിരിക്കുമായിരുന്നു, കുഞ്ഞുങ്ങൾക്കൊരു പ്രശ്നങ്ങളും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ വാച്ച് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പം 5ാമത്തെ ബേബിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ അവളെ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവൾക്ക് അടുത്ത പ്രസവം വരാൻ പോവുകയാണ്. അവളിങ്ങനെ ഒരു വിമിഷ്ടം പോലെ കാണിക്കും. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും പട്ടി പ്രസവിക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ 4 കുഞ്ഞുങ്ങൾ നമ്മൾ എത്തിയിരിക്കണം. 4 പിള്ളേർ, 4ഉം മെയിൽ പപ്പിയാണ്. 4 പേരും മെയിലാണ്. അപ്പം ഗൈസ്, അപ്പം ഞാൻ പറയുന്നത്, ഡോക്ടർ നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മദറിന് ഓൾറെഡി 1 വയസ്സായിട്ടേ ഉള്ളൂ. ഇത് 6ാമത്തെ പപ്പി വന്നുകൊണ്ടിരിക്കുകയാണ്. 1 വയസ്സാണ് ഡോക്ടർ പറഞ്ഞായിരുന്നു. ഡോഗിൻ്റെ ഹെൽത്തും കുട്ടികളുടെ ഹെൽത്തും ഭയങ്കര വീക്കായിരിക്കുമെന്ന്. പക്ഷേ വന്ന കുഞ്ഞുങ്ങളെല്ലാം നല്ല ഹെൽത്തി ആയിരുന്നു കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെയൊക്കെ ആയിരിക്കും, നല്ല ഹെൽത്തി ആയിട്ടാണ് കുഞ്ഞുങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പം ഈ വന്നിരിക്കുന്ന പപ്പിയുടെ പുക്കിൾക്കൊടി അവിടുന്ന് പോരുന്നില്ലായിരുന്നു. ഇത് ഫുള്ളായിട്ട് റിമൂവ് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതും നമ്മളെ ഈ പപ്പിയുടെ ഇതും പേടിപ്പിച്ചു നമ്മളെ കുറച്ച് നേരം. അങ്ങനെ അപ്പം നമ്മൾ പുക്കിൾക്കൊടി പൊട്ടിപ്പോവെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല. എല്ലാം ദൈവ അധീനം കൊണ്ട് എല്ലാം നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും രക്ഷിക്കാൻ പറ്റി. ഇപ്പം നിലവിൽ 5ാമത്തെ കുഞ്ഞാണ് വന്നേക്കുന്നത്. 5ാമത്തെ ബേബിയാണ്. 5ാമത്തെ ബേബിയെ നമ്മൾ സേഫായിട്ട് കെയർ ചെയ്ത് ഗൈസ്.
അങ്ങനെ കേസ് അപ്പം ഒരു കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ മെയിൽ പപ്പിയെ കൊണ്ട് കാണിച്ചു, നമ്മൾ ലക്കിമോനെ കൊണ്ട് കാണിച്ചു, എൻ്റെ കുഞ്ഞാണ്. അങ്ങനെ ബാക്കി 3 കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാൽ കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അടുത്ത 8ാമത്തെ ബേബി എത്തിത്തുടങ്ങിയിരിക്കുന്നു കേസ്. ഒരു സിമ്പിൾ പ്രസവമാണ് കേസ്, പെട്ടെന്ന് പ്രസവിക്കുന്നുണ്ട് 8ാമത്തെ. ടോട്ടൽ 9 കുഞ്ഞുങ്ങൾ പ്രസവിച്ചു. ലാസ്റ്റ് സുഖം ആയിട്ട് കിടക്കുന്നു, കുഞ്ഞുങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേസ്. അങ്ങനെ എല്ലാം സുഖപ്രസവമായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ എല്ലാത്തിനും ഞങ്ങൾക്ക് കിട്ടി. ലാസ്റ്റ് ഇപ്പം ഇത്രയും ടെൻഷൻ നേരെ ഇത്രയും വയറ് അവർക്ക് ഭയങ്കര പെയിനൊക്കെ ആയിരുന്നു, അതെല്ലാം കഴിഞ്ഞ് അവൾ ഇപ്പോഴാണ് ഫ്രീ ആയത് കേസ്. ഇതിപ്പോൾ അവൾ പ്രസവം കഴിഞ്ഞിട്ട് അവൾ പിള്ളേർക്ക് പാൽ കൊടുക്കുന്ന ഒരു സീനാണ് കാണിക്കുന്ന കേസ്. പിള്ളേരെല്ലാം ഹാപ്പിയാണ്, അവളും ഹാപ്പിയാണ് ഗൈസ്. അവൾക്ക് കുറച്ച് പക്ഷെ നമ്മൾ ഡോക്ടർമാർ പറഞ്ഞ പോലെയല്ല, അവൾക്ക് ഭയങ്കര കെയറിങ് ആട്ടോ അവളുടെ പിള്ളേരെ. അതുപോലെ അവളുടെ പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഫുൾ ടൈം അവളുടെ കൂടെയാണ് നമ്മളിപ്പോൾ. നമ്മുടെ പിള്ളേർ സെക്കൻഡ് ഡേയിൽ വീഡിയോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ ദിവസം കുഞ്ഞുങ്ങളുണ്ടായിട്ടുള്ള 2ാമത്തെ ഡേ ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. കുഞ്ഞുങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു, 9 പേരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ പ്രസവം ഈ ഡെലിവറി ടൈം നമ്മൾ ശ്രദ്ധിച്ച് വേണം. ഒരു കുഞ്ഞുങ്ങളെ പോലും ചാകാതെ നമുക്ക് നഷ്ടപ്പെടാതെ അത്രയ്ക്ക് കെയർ ആയിട്ട് മാത്രമേ നോക്കാവുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ 4ാമത്തെ ദിവസത്തെ ഇപ്പം 4ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. 4 days ആഫ്റ്റർ നമ്മളുടെ പപ്പീസ് ഏകദേശം ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു. മമ്മിയും അവരുടെ അമ്മയും കുഴപ്പമില്ലാത്ത രീതിയിലിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഗൈസ് പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണൊന്നും കാണാൻ മേല, ഇങ്ങോട്ട് നീന്തുന്നേ ഉള്ളൂ.
എങ്ങനെ കളിച്ചാൽ ഒരു 15 ദിവസം എടുക്കുമായിരിക്കും കണ്ണുറക്കാൻ, 10 ദിവസം അല്ല 15 ദിവസം എടുക്കുമായിരിക്കും. അപ്പം ഓക്കെ, ബൈ.